ഇനി പറയാനുള്ള കാര്യം എന്താണ് നമ്മുടെ എന്താണ് പറയാൻ വന്നത്. ഓക്കെ, ആർ പിയുടെ അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ പറയാം. ഞാൻ ഇവൻറ്റ് ഫുൾ ടൈം ഉണ്ടായി. ഫഹദേ, താങ്ക്സ് ഫോർ കമ്മിങ് ടു ദ ഇവൻറ്റ്. താങ്ക് യു സോ മച്ച്. ഞാനിത് നീ എന്തായാലും കാര്യം പറയാം, എന്നിട്ട് സൂപ്പർ ചാറ്റ് കാര്യങ്ങളെല്ലാം വായിക്കാം കേട്ടോ. ആശ്രയ താങ്ക് യു ഫോർ ദ 1080 ആൻഡ് താങ്ക് യു സോ മച്ച് ആശ്രയ, താങ്ക് യു സോ മച്ച്. ഇന്ത്യയിൽ തന്നെ കൊറോണ, കേരളത്തിൽ അതാണ് കൂടുതൽ. അതെ അതെ അതെ. അപ്പോൾ ഞാൻ ഈ കാര്യത്തിലോട്ട് വരാം. ആർ പി അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്താണെങ്കിലും പറയാം. ആർ പി അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് സ്ട്രീമിങ് സ്ട്രീം നിന്നോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വന്നിട്ട് തിരിച്ച് ലൈക്ക് ഗ്യാങ് ആർ പി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടി വിയെ തിരിച്ച് കയറുന്നു ഒരു രീതിയിലാണ് കുറേ പേര് എടുത്തത്. കുറേ പേരൊക്കെ അല്ലാണ്ട് നോർമലി തന്നെ ആർ പി സ്ട്രീംസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായിട്ട് ആ രീതിയിൽ എടുത്തു. അപ്പം ഞാൻ അത് ക്ലിയർ ആക്കാനും കൂടി വേണ്ടിയാണ് ഇപ്പം ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി മുമ്പോട്ടുള്ള കാര്യം നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും ഗ്യാങ്ങിലോട്ട് തിരിച്ചു കയറുന്നതോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ എന്തായാലും മൈൻഡിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഗൈസ്. തിരിച്ച് കം ബാക്ക് ടു ടി വി എന്നുള്ള രീതിയിലല്ല ഞാൻ സ്റ്റോറി ഇട്ടത്. ഞാൻ കുറേ ദിവസമായിട്ട് ആർ പി കയറിയിട്ടില്ല. അപ്പോൾ ആർ പി സ്ട്രീംസ് ഇങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ ഇട്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും ഒരു ഗ്യാങ് ആർ പിയോ കാര്യങ്ങളോ എന്തായാലും ഉടനെ തന്നെ ഇല്ല. എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഡിമൻസിറ്റി പോയിട്ട് ഞാൻ ഗ്യാങ്ങായിട്ട് കളിക്കുമെന്നായിരിക്കും. അങ്ങനെയും ഇല്ല. ഡിമൻസിറ്റിയിലും എന്തായാലും ഗ്യാങ്ങായിട്ട് കളിക്കുന്നില്ല ഞാൻ. എന്തുവാ ആ ഗ്യാങ് ആർ പി കളിക്കാനോ അങ്ങനെ ഒരു പ്ലാനും വെച്ചിട്ടല്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ഇറങ്ങിയത്. ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത സിറ്റിയിൽ പോയി ഗ്യാങ് ആർ പി കളിക്കണം എന്നൊരു മൈൻഡിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കഴിഞ്ഞ ലൈവിൽ എന്നുവെച്ചാൽ ഈ ഒരു ഇഷ്യൂ അടക്കമുള്ള ലൈവിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മേ ബി ഇൻ ഫ്യൂച്ചർ ഒരു ഗ്യാങ് ആർ പി ചെയ്തേക്കാന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ ആ ഒരു സെൻസിലല്ല ഗ്യാങ് ആർ പി ചെയ്യുമെന്നൊരു ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞതല്ല. ഞാൻ അതൊരു ലാസ്റ്റ് ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഏറ്റവും അവസാനം അങ്ങനെ ഒരു ആവശ്യം വന്നാൽ മാത്രം ഒരു ഗ്യാങ് ആർ പിയിലോട്ട് പോകും എന്നുള്ളതേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഗ്യാങ് ആർ പി ഉടനെ ചെയ്യാൻ പോകണു എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. എന്തായാലും സിറ്റിസൺ ആർ പി ആയിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. സിറ്റിസൺ ആർ പി ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ഡിമെൻസിറ്റിയിലായിരിക്കും ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ എക്സലാൻഡിസിൽ കളിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും നമ്മളെ പിള്ളേർക്കൊക്കെ ഒരു സിറ്റുവേഷനോ മീൻസ് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള സിറ്റുവേഷനോ ആർ പി ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് കാണാനും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ആർ പി ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. കണ്ണാപ്പിയോ ഒരു ബോബോയോ പിന്നെ ആരാണ് മന്ദാരോ ഇപ്പോൾ ആരൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരാണെങ്കിലും ഞാൻ അവരോട് ആർ പി ചെയ്യാൻ വരും. എനിക്ക് അങ്ങനെ ഒരു സീനില്ല. ഞാൻ രണ്ട് സിറ്റിയിലും കളിക്കും. പക്ഷേ കൂടുതലും ഡിമൻസിറ്റി കളിക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന സിറ്റി കളിക്കും അങ്ങനെ ഇല്ല. മെയിനായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇതില്ല. ഒരു സിറ്റിയിലെ കളിക്കും അങ്ങനെ സംഭവമില്ല. എല്ലാ രീതിയിലുള്ള ആർ പിയും മീൻസ് എല്ലാ സിറ്റിയിലും ആർ പി കളിക്കും എന്തായാലും. ഓക്കെ, അപ്പം അങ്ങനെ കുറേ പേര് അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ലൈക്ക് രണ്ടായിട്ടൊരു തോട്ട് കാണും. ലൈക്ക് ഞാൻ ഈ സിറ്റി മാത്രമേ കളിക്കൂ അല്ലെങ്കിൽ അവിടെയുള്ള അങ്ങനെയല്ല ഗൈസ്. രണ്ടിടത്തും ആർ പി കാണും. എനിക്ക് എല്ലാവരുമായിട്ട് ആർ പി കളിക്കാൻ ഒരു സീനുമില്ല. ഞാൻ എന്നോട് ആർ പി കളിക്കാൻ ഓക്കെ ആണെന്നുള്ളവരോട് ഞാനും ആർ പി കളിക്കും. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനത്തെ ഒരു സീനില്ല. നിങ്ങൾ വേറൊരു രീതിയിലെടുക്കണ്ട. നല്ല രീതിയിൽ ഇതാക്കുക. മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം എങ്ങനെയാണോ നിങ്ങൾ എല്ലാ സ്ട്രീമുകളും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. ആൻഡ് കുറച്ച് പേര് കാണുമായിരിക്കും എന്താണ് ഒരു ഗ്യാങ് ആർ പി മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണുമായിരിക്കും. എനിക്ക് തൽക്കാലം അവരടുത്ത് സോറി പറയാനേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് കറൻ്റ്ലി ഒരു ഗ്യാങ് ആർ പി കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇപ്പം ഇല്ല. എന്തായാലും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ടി വിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വേറെ ഗ്യാങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡില്ല. അങ്ങനെ ഒരു ഡിസിഷൻ എന്തെങ്കിലും എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു 100% പറഞ്ഞിട്ട് ഞാൻ നാളെ കള്ളം പറഞ്ഞു എന്ന് വരരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സൈഡിൽ എപ്പോഴും പറയുന്നത്. മനസ്സിലായില്ലേ? ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ അങ്ങനെ വേറെ രീതിയിലൊരു ഗ്യാങ് എന്നുള്ള രീതിയിലോ അങ്ങനെ ഒരു ഇത് പോകത്തുള്ളൂ. അല്ലാതെ ഞാനെന്തിനും അങ്ങനെ രീതി എന്നുവെച്ചാൽ ഗ്യാങ് തുടങ്ങാൻ എൻ്റെ പ്ലാൻ എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഒരു അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നാൽ മാത്രം മനസ്സിലായില്ലേ? അതും ഉറപ്പായിട്ടും വേറെ സിറ്റിയിലേ കളിക്കത്തുള്ളൂ. അല്ലാണ്ട് ടി വിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്യാങ് ഒരിക്കലും ഞാൻ അങ്ങനത്തെ രീതിയിലായിരിക്കില്ല വരുന്നത്.
അതെനിക്ക് ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം അങ്ങനെ ഇത്ര നാളങ്ങനെ ആയിരുന്നു നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റവും കാണത്തില്ല. റെസ്ബ്രോ അണ്ണ മീറ്റപ്പിന് വരാൻ ലീവ് ഹാഫ് ഡേ എടുത്ത് വന്നതാ, മഴയത്തൊക്കെ കാർ അടിച്ച് ഷോക്കായി പോലീസിലൊക്കെ പോയി മിസ്ഡ് ചാൻസ് ചെയ്യും അത് റെസ്ബ്രോ. ഓ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു മഴ ഈ സമയത്തെ. അത് ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നോട്ട് എന്തായാലും ഞാൻ ആർ പി ഇന്നോട്ട് എന്തായാലും കയറുകയാണ്. ആൻഡ് എന്തായാലും നമ്മുടെ പിള്ളേരൊക്കെ തന്നെയാണ് ഡിമെൻസിറ്റിയിലാണേലും മറ്റേ എക്സ്ലാൻഡിസിലാണേലും രണ്ട് സിറ്റിയിലും കളിക്കുന്നത് നമ്മളെ പിള്ളേരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സീനില്ല. കാറിൽ എയർ അടിച്ച സ്റ്റോറി പറയുന്നതാ. കാറിൽ എയർ അടിക്കുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അത് അന്ന് എയർ അടിക്കുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് എയർ കുറഞ്ഞിരിക്കുകയാണ്. എയർ അടിക്കാനായിട്ട് കൊണ്ട് കയറിയിട്ട് ഇവന്മാരവിടെ മറ്റേ തർക്കം തുടങ്ങി. കാരണം ഞാൻ ഈ വണ്ടി ഇതുവരെ എയർ അടിക്കാൻ ഞാനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്ത് എയറാണോ നൈട്രജനാണോ അറിയത്തില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല അടിക്കുന്നത്. അപ്പോൾ കൊണ്ട് കയറിയിട്ട് എനിക്കറിയാം, ഞാൻ സ്വന്തത്തിൽ അടിച്ചോളാം. ഞാൻ പറഞ്ഞാൽ അവിടെ ഈ എയർ അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ തന്നെ എയർ അടിച്ച് തരുമെന്നുള്ളത് എനിക്ക് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാതെ അവൻ തന്നെ അടിക്കണം എന്നുള്ള, സ്വന്തത്തിൽ തന്നെ അടിക്കുക എന്നുള്ള മൈൻഡിലാണ് പോയി കയറിയത്. എന്നിട്ട് പിന്നെ എന്തിനാണ് പുഴുത്ത് അവിടെ നിന്നിട്ട് ചെയ്യാൻ അമ്മത് കൊണ്ട് കയറിയിട്ട് സാധനം എടുത്തുകൊണ്ട് അടിക്കാൻ വന്നിട്ട് സാധനം വർക്കാവില്ല. സംഭവം എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജിയോയുടെ പമ്പിലാണ് കയറിയത്. ജിയോയുടെ പമ്പിൽ നിന്ന് അതെടുത്തുകൊണ്ട് വന്ന് അടിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കയറിയപ്പോഴത്തേക്ക് എന്തുവാ ഈ അതിൻ്റെ കംപ്രസർ കറണ്ട് ഇല്ലാതെ കംപ്രസർ വർക്കിംഗ് അല്ല. ഇമാരിട്ട് സ്വിച്ച് ഞെക്കലോട് ഞെക്കല, ഡിസ്പ്ലേയിലെ മാത്രം മറ്റേ വാല്യൂ ഒക്കെ മാറുന്നുണ്ട്, പക്ഷേ മറ്റേ ഇത് എയർ അടിക്കാൻ പറ്റുന്നില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അവസാനം അങ്ങനെ പുഴുത്തിട്ട് അവിടെ നിന്ന് പുഴുത്തിട്ട് നേരെ അടുത്ത സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ സാധനം വർക്കിംഗ് അല്ല. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥലത്ത് പോയിട്ടാണ് അവസാനം എയർ അടിക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതങ്ങനെ ഒരു ഇത് സത്യം പറയാല്ലേ, അതൊരു അവസ്ഥയാണ് കേസ്. ஆனால் 2K സബ് പോയല്ലോ എന്നാൽ 2K സബ് പോയത് കുഴപ്പമില്ല ബ്രോ. എനിക്ക് 2K ആയാലും 5K ആയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഇപ്പോൾ പോകണൊരു പോട്ടെ ബ്രോ. എന്തിനാണ് അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നവർ കണ്ടിട്ട് ഇപ്പം എന്ത് കാര്യമാണ് ഇങ്ങനെ. ഇപ്പം നമ്മളൊരു സീൻ വരുമ്പോൾ, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈഡ് എന്താണ്, എന്തെങ്കിലും റീസൺ കാണും എന്ന് വിശ്വസിക്കാതെ അൺസബ് ചെയ്യട്ടെ ബ്രോ. അതിലെനിക്കിപ്പോൾ ഒരു സീനും ഇല്ല. ഇപ്പം നാളെ വാച്ചിങ് 100 200 ആയാലും എനിക്ക് പ്രശ്നമില്ല. ഞാനത് ആ 100 വാച്ചിങ്ങിൽ 200 വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്യും, അത്രേ ഉള്ളൂ ബ്രോ. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ 100 200 വാച്ചിങ് വെച്ചാണ് സ്ട്രീം ചെയ്തിട്ടുള്ളത്. അപ്പം 100 പേരാണ് എനിക്ക് കാണാനുള്ളത്, അല്ലെങ്കിൽ 200 പേരാണ് കാണാനുള്ളത്. അത് എത്ര ആയാലും, പക്ഷേ അത് ഇത്ര കുറഞ്ഞാലും കൂടിയാലും ഞാൻ അവർക്ക് വേണ്ടി സ്ട്രീം ചെയ്യും. എനിക്കത് പ്രശ്നമില്ല, മനസ്സിലായില്ലേ? ഇതൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് മറ്റേ കാണുന്നവരൊക്കെയാണ് അങ്ങനെയാണെന്നവർ അങ്ങനെ കണ്ടോട്ടെ, അത് പ്രശ്നമുള്ള കാര്യമല്ല കേസ്. എനിക്ക് താല്പര്യമില്ല. എനിക്കിപ്പം ഇവിടെ അങ്ങനെ ഒരു എന്തുവാ രീതിയിൽ ആൾക്കാരെ പിടിച്ചു നിർത്താൻ എനിക്കിനി ഒരു കള്ളം പറയുന്ന എനിക്ക് താല്പര്യമില്ല, മനസ്സിലായി? എനിക്കിപ്പോൾ വേണമെങ്കിൽ പിടിച്ചു നിർത്താൻ ഞാൻ പറയാം കേസ്, ഞാൻ TV-യിലോട്ട് ഉടനെ വരും. നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻ ഇച്ചിരി ഇപ്പോൾ അവസ്ഥയായിട്ടാണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ TV-യിലോട്ട് ഉടനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഓക്കെ, TV ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ അവർ കുറേ പേര് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാതെ നിൽക്കുമായിരിക്കും. എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ട, മനസ്സിലല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു റീസൺ, എന്ത് ഡിസിഷൻ എടുത്താലും അതിലൊരു റീസൺ കാണും എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർ മതി. അതിൽ ഞാൻ ഓക്കെയാണ്. എനിക്കതില്ലാതെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ 3000 4000 വാച്ചിങ് ഒന്നും വെച്ച് സ്ട്രീം ചെയ്തവരല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു അപ്പ് ടൈം ഒരു ഡൗൺ ടൈം ഒക്കെ ലൈഫിൽ വരും. ഞാൻ അങ്ങനെ കണ്ടോളാം അത്, മനസ്സിലായില്ലേ? ഇപ്പം കാണാൻ ഇഷ്ടപ്പെട്ട കുറച്ച് പേര് കാണുമല്ലോ, എത്ര ആണെങ്കിലും. ആ ഇഷ്ടപ്പെടുന്നവർ മതി, നോ പ്രോബ്ലം. ഇനി ആ ഒരു കമ്പാരിസൺ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ എന്താ മറ്റേ ഒരു കുത്തിത്തിരിപ്പ് സാമാനം ഉണ്ടല്ലോ, അത് ഇറക്കണ്ട. എനിക്കങ്ങനെ ഒരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞൊന്നും തോന്നാനും പോണില്ല. ഓക്കെ, ആരോ എന്തോ ഒരു സംഭവം ഇട്ടായിരുന്നു, ഞാൻ പറഞ്ഞത്. സാദിഖ് ബ്രോ വെൽക്കം ടു സ്ട്രീം. അനന്തു ബ്രോ ഹായ്. ആരെങ്കിലും സൂപ്പർ ചാറ്റ് വിസിറ്റുണ്ടെങ്കിൽ സോറി, ആരും സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന തോന്നുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ്. പോകുന്ന രാവഴി പൊക്കോണം പ്ലീസ്. പിൻ ചെയ്യാം റാസി, പിൻ ചെയ്യടാ, പിൻ മെസ്സേജ്. അപ്പം സുനി കുട്ടാ വെൽക്കം ടു സ്ട്രീം കൂടാ. വി വാണ്ട് ഓഡിയൻസ് ദാറ്റ് ആർ ജംപ്. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ആര് പോയാലും ഞാനിവിടെ കാണും സെലക്ട് ചെയ്ത്. അത്രേ ഉള്ളു ജിതിൻ ജോയ് ബ്രോ, അത്രേ ഉള്ളൂ. ഏതാ? താങ്ക് യു സോ മച്ച് ജിതിൻ ജോയ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ $20 സൂപ്പർ ചാറ്റ്. ഇൻസലോട്ട് ജിതിൻ ജോയ് ബ്രോ, ഇൻസലോട്ട്.
അനന്ത് ബ്രോ താങ്ക് യു ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. അനന്ത് ബ്രോ താങ്ക് യു സോ മച്ച്. അണ്ണാ എനിക്ക് ജോലി സാലറി അണ്ണനാണ്. താങ്ക് യുടാ, താങ്ക് യു. അപ്പം ഞാൻ ഇത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. ഇപ്പോൾ കറൻ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ഓക്കെ, എന്നാൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബ്രോ. ഞാൻ എനിക്കറിയത്തില്ല. ഞാൻ മനുഷ്യൻ വെച്ചാൽ നമ്മൾ മനുഷ്യരാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇല്ല, അപ്പം ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ് ഉള്ള ഡിസിഷൻ എടുക്കുന്നിടത്ത് തന്നെ എനിക്ക് മാറേണ്ടി വന്നെന്ന് വരാം. അതൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ പ്രോമിസ്, ഞാൻ 100% പ്രോമിസ് ഒന്നും തരുന്നില്ല. വരത്തില്ല എന്നും പ്രോമിസ് ചെയ്തില്ല, വരുമെന്നും പ്രോമിസ് ചെയ്യുന്നില്ല. എനിക്കൊരു ഉറപ്പില്ലാത്ത കാര്യം ഞാൻ വെറുതെ പറയുന്ന പോലെ ആവില്ല. പക്ഷേ കറൻലി എൻ്റെ മൈൻഡ് ഓഫ് സെറ്റ് വെച്ചിട്ടുള്ള ഒരു ഡിസിഷനാണ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള എല്ലാ ലൈവിലും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കറൻലി എന്തായാലും മനസ്സിലായില്ലേ, അങ്ങനെ ഈ ഒരു ഡിസിഷനിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷനിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക, അത്ര കൊണ്ട് സംഭവം. ബ്രോ യു ഹാവ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, അതിന് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്, പിന്നെ വേറെ തന്നെ വേണം. തേജ് ബ്രോ താങ്ക് യു ഫോർ ദ കമൻറ്റ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ കമൻറ്റ്. താങ്ക് യു സോ മച്ച്. പിക്കാച്ചു താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ഇടാ, താങ്ക് യു സോ മച്ച്. മനു സോമൻ ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. മനു സോമൻ ബ്രോ പരിതോ ബ്രോ താങ്ക് യു. ഡേവിഡ് ഇറ്റാച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? എടാ ഇറ്റാച്ചിയൊക്കെ ഈ ആർ പിയിലുള്ള ഇതേ ഉള്ളടാ. ഇറ്റാച്ചിയൊക്കെ ആർ പിയിൽ മറ്റേ മാസ് വീരനാണ്, മനസ്സിലായില്ലേ? ഡയലോഗ് അടി, മുട്ടൻ താളം അടിയൊക്കെയാണ്. നേരിട്ട് കണ്ട് മറ്റേ അസൽ പൂക്കി പയ്യനാണ്, മനസ്സിലായില്ലേ? ഒരു വകയും മിണ്ടൂല, ഒരിടത്ത് കിടത്തിയൊക്കെ കിടക്കും. മന്ദാരം അതിലും കഷ്ടം. മന്ദാരം ആണെങ്കിൽ പാവയ്ക്ക് കീ കൊടുക്കുന്ന പായ പോലെയാണ്. ഒരു സ്ഥലത്ത് കീ കൊടുത്തുകൊണ്ടങ്ങ് ഇരുത്ത്, അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അനങ്ങൂല. അവിടെ തടതം കിടന്നങ്ങ് ഉറങ്ങും. കാറിൽ ഇരുന്നുറക്കം, വീട്ടിലിട്ടാൽ ഉറക്കം, എവിടെ കിട്ടിയാലും ഉറക്കം. 24 മണിക്കൂർ ഉറക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ജന്മം അത്. എന്തിനു പറയാൻ. തീവണ്ടി വെൽക്കം ടു സ്നേഹ തീവണ്ടി. മനു ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 10 പി. സൽമാൻ ബ്രോ താങ്ക് യു ഫോർ ദ 1 മെമ്പർഷിപ്പ്. സൽമാൻ ബ്രോ താങ്ക് യു. സരക്കെ എൻ്റെ സരക്കളയാ നീ ചില്ലാവ എല്ലാം ഇപ്പോൾ ഓളായിട്ട് സെറ്റാ ഉന്നി നമ്പി ഒരു കൂട്ടമേ പിന്നാടി ഇറക്കുന്നു. തെക്കൻ ഗെയിമിങ് അത്ര ഉള്ള തെക്കൻ താങ്ക് യു. ഡൗട്ട്സ് പബ്ജി ഉണ്ടാവുന്നതാണ്. പബ്ജി നമുക്ക് രാത്രി കളിക്കാം. നമുക്ക് ലൈവ് ആർ പി കയറിയതിന് ശേഷം നമുക്ക് കയറാം. നാട്ടെ പുറത്ത് തരരുത്. റീഗർ ഗെയിമിങ് ചാറ്റിലുണ്ടാ റാസ്കൽ? ഇല്ലല്ലേ, ചാറ്റിലൊന്നും ഇല്ലല്ലേ. പെട്ടെന്ന് ട്രൈഗർ ചെയ്യുന്ന മനുഷ്യൻ കണ്ടോണ്ട് വെച്ചാൽ സരക്കെ സുഖമല്ലേ? ഇപ്പോൾ ഫേസിൽ ആ ഹാപ്പിനെസ് ഉണ്ടെന്ന് സത്യം പറയാല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് ഇവിടെ വീട്ടിൽ ഇരുന്ന് ഞാൻ പുഴുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിതം വെറുക്കുന്ന അവസ്ഥയായി. അതായത് സ്ട്രീം ഇടുന്നുണ്ടെങ്കിൽ പോലും ഒരു സന്തോഷം ഇല്ലാതെ നിന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൈൻഡ് മാറിയത് 2 ദിവസം മാറി ഇവന്മാരോടൊക്കെ പോയി. സത്യം പറഞ്ഞാൽ ഇവന്മാരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയൊക്കെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ മൈൻഡിന് ഒരു റിലീഫ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ പകുതി വിഷമം അപ്പോഴാണ് മാറിയത്. ബോബോയ് താങ്ക് യു ഫോർ ദ 20 rupees സൂപ്പർ ചാറ്ററാ. പ്രശ്നമാണോ നീ? പയ്യന്റെ കഥ കേൾക്കണോ? ബോബോയുടെ കഥ അതിന് ജർമ്മൻ കണ്ടാപ്പി 29. ഇത് ഒരുമിച്ചുള്ള പ്ലാനാണ്. ഇവന്മാര് പറഞ്ഞിട്ട് ചെയ്തിരുന്നു, മനസ്സിലായി? ഇത് തമ്മിൽ പ്ലാൻ ചെയ്ത് അയക്കുന്നതാണ്. 20, 29. എണ്ണേന്ന് കുടുംബം പറ്റി ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. വെൽക്കം. ശിവന്മാരെ ഈ ബോബോയുടെ കഥ കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ അവിടെ ഇവൻ്റെ കാല് ഒടിഞ്ഞിട്ട് ഇവനെ കാണാൻ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ കഴിഞ്ഞ മാസം പോകുന്ന വിചാരിച്ചാണ്, നടന്നില്ല. അപ്പം ഈ മാസം എന്തായാലും യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാണ് ഡിലേ ആയി. അപ്പോൾ എന്തായാലും കറക്റ്റ് ആ സമയത്ത് തന്നെ 24-ാം തീയതി ഇവൻ്റ് വന്നുകൊണ്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി. പയ്യൻ അവിടെ ചെന്ന് കാലൊക്കെ കെട്ടി കിണച്ച് വെച്ചുകൊണ്ടൊക്കെ ഇരുന്ന പയ്യനായിരുന്നു. രാത്രിയായപ്പം എല്ലാവർക്കും മറ്റേ തട്ടുദോശ കഴിക്കണം. തട്ടുദോശ കഴിക്കാനുള്ള ഒരു ആഗ്രഹം, തട്ടുദോശയില്ല മറ്റേ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം പെട്ടെന്ന് ആ ആഗ്രഹം കൊണ്ട് നേരെ എന്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒടിഞ്ഞ കാലം കൊണ്ട് ഒരു കാലിൽ കുന്തി നേരെ ഒന്ന് സിറ്റൗട്ടിൽ മഴ തന്നെ കിടക്കിയിരുന്നു. കുന്തി നേരെ ഒന്ന് കുന്തി അടിച്ച് കഴിഞ്ഞാൽ തെറ്റി അടിച്ച് വീണ് അടുത്ത കാലം കൂടി മുറിഞ്ഞ് 2 കാലിൽ മുറിവായി. ഒരു കാലം ഒടിഞ്ഞ് ഒരു കാലിൽ മുറിവ്. എന്നിട്ട് ഇപ്പം എന്തിന് പറയാം, ഇങ്ങനത്തെ പയ്യനെയൊക്കെ അല്ലേ, ഇങ്ങനത്തെ പയ്യന്മാരാണ് കൂടെ ഉള്ളത്. ആ കാര്യം പോയി. ഗവൺമെൻറ് പറ്റി ബ്രോ ഹായ് വെൽക്കം. എനിക്കിവിടെ ഒരു വെൽക്കം ദാ സ്ട്രീം പറയാൻ കേട്ടോ. തെക്കൻ ഗെയിമിങ് വെൽക്കം ടു സ്ട്രീം കൂടാ. അരക്കാണ് 3000. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. പാച്ചൂസ് ഗെയിമർ താങ്ക് യു ഫോർ ദ 20 rupees ബ്രോ, താങ്ക് യു സോ മച്ച്. അയ്യോ എന്തൊക്കെ കോടിയാണ്. വിഷ്ണുരാജ് താങ്ക് യു ഫോർ ദ 20 ബ്രോ, താങ്ക് യു സോ മച്ച്. അണ്ണാ അപ്പോൾ ഇറ്റാച്ചി ആൻഡ് അതർ പ്ലേയേഴ്സ് പോകുന്ന എടാ ഇറ്റാച്ചിയുടെ അതർ പ്ലേയേഴ്സിൻ്റെ കാര്യം അവർ കറൻ്റ് ഞാൻ പറയുകയാണെങ്കിൽ അവന്മാരുടെ അപ്ഡേറ്റ് കൂടി തരാം. കുറേ പേര് ഇനാക്റ്റീവ് ആണ് കേസ്. ഇപ്പോൾ കറക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഫി ആക്റ്റീവ് അല്ല. ആശിഷ് ബ്രോ സരകെ സ്നേഹം. ആശിഷ് ബ്രോ വെൽക്കം ടു സ്ട്രീം. വിഷ്ണു വേണു ബ്രോ താങ്ക് യു ഫോർ ദ 29 rupees ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആശിഷ് ബ്രോ ആക്റ്റീവ് അല്ലെന്ന്. ഫ്ലഫി ആക്റ്റീവ് അല്ല. പിന്നെ ആരാ ആക്റ്റീവ് അല്ലാത്ത? ഫ്ലഫി ആക്റ്റീവ് അല്ല. പിന്നെ സ്റ്റീവ് കുറച്ച് ദിവസത്തെ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര്
കുറേ പേര് ആക്റ്റീവ് അല്ല ഗൈസ്, കുറേ പേര് ആക്റ്റീവ് അല്ല, മനസ്സിലായോ? കുറേ പേർക്ക് ഒരു ഒരു ടൈം വേണം, അവർ ടൈം കഴിഞ്ഞിട്ടൊക്കെ ഇനി അതുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ മജി കൂടെ ജയയുടെ കൂടെ വന്നില്ല. ജോൽ ജെൻസൺ ജോൽ ജെൻസൺ ഓർമ്മയുണ്ട്. തിരക്കണ്ണ ഇടയ്ക്ക് ആ സുനിയെ കൂടി ഒന്ന് പബ്ജി പി സി വരണമെങ്കിൽ നല്ലൊരു പ്ലെയറാണ്. സെറ്റാക്കുക അവൻ. പക്ഷേ വരുമെന്ന് അറിഞ്ഞൂടാ. ശരത് സച്ചുടെ വെൽക്കം ടു സിനിമടാ. നോ പെയിൻ നോ ഗെയിൻ ടോയ്ലറ്റ് എന്ന് വേറൊരിത്. ഞാൻ കുറച്ച് പേര് ഇതാ കേസ്, കുറച്ച് പേര് നിക്കിന് ഇതാണെന്ന് പറഞ്ഞു. നിക്കിൻ്റെ കേസിൽ നിക്ക് എന്തുവാ നിക്കിന് എന്തുവാ അവന് ഇപ്പോൾ ഓക്സിജൻ എക്സാം ആയിട്ടുള്ള തിരക്കിലാണ്. നിക്ക് കാണുമായിരിക്കും. നിക്ക് നോർമലി ആക്റ്റീവ് ആവുന്നൊരു സമയത്ത് അവൻ ആക്റ്റീവ് ആവുമായിരിക്കും. അവൻ്റെ കാര്യത്തിൽ സീനില്ല. S3 ഗെയിമർ സെക്കൻഡ് അക്കൗണ്ടാണ്. ഇല്ല പുള്ളി എനിക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നെക്കുട്ടി വന്നില്ല. എന്നെക്കുട്ടി വെൽക്കം ടു സ്ട്രീം. പിന്നെ ആരുണ്ട്? ഗോഡ് കാണും, ഗോഡ് ആക്റ്റീവായിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ സിറ്റിയിലൊക്കെ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രോ വെൻ ഐ ട്രൈ ടു സ്ട്രീം വോയിസ് ക്വാളിറ്റി ഡസൻറ്റ് ഫീൽ ഗുഡ് ആൻഡ് വെൻ ദർ ഈസ് ലാഗ് ഇൻ സ്ട്രീം വീഡിയോ ക്യാൻ യു ഹെൽപ്പ് വിത്ത് ദ ഓബ്വിയസ് സെറ്റിംഗ്സ് പ്ലീസ്. ബ്രോ ഇപ്പോൾ ഞാൻ എങ്ങനെ സെറ്റിങ്സ് നോക്കാനാണ്? അത് എനിക്ക് സ്ക്രീൻ ഷെയർ ഇട്ട് കണ്ടാലേ എനിക്ക് ബ്രോയ്ക്ക് അത് പറഞ്ഞുതരാൻ പറ്റും. നിക്ക് ജിമ്മിലോട്ടൊക്കെ പോയിക്കുന്നത് ഞാൻ വെച്ചാൽ RP കയറേണ്ട ജിമ്മിലേക്ക് പോയിക്കണമെന്ന്. ഞാൻ ആക്റ്റീവ് അല്ലാണ്. ബുള്ളറ്റ് ആക്റ്റീവാണ്. ബുള്ളറ്റ് ആക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റിന് ക്ലാസ്സും കാര്യങ്ങളില്ലാത്ത ദിവസം അവൻ കാണും. അവൻ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചേ എന്തൊക്കെ ഉണ്ടാ മുച്ചിരി? സന്തോഷം വിശേഷം? സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ മാറിപ്പോയി. വിശേഷം ഇങ്ങേർക്ക് എല്ലാവർക്കും വെൽക്കം ഉണ്ട്. ചാറ്റ് ആണെന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. വിടാളാ അണ്ണാ അന്ന് എവിടെയാ ഫുഡ് കഴിക്കാൻ പോയതാണ്? അന്ന് ലുലു മാളിൽ പോടാ അവസാനം. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം അവർ പറഞ്ഞ് വരണ്ടാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞിട്ട് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ച് നിന്നാണ്. അത് അപ്പോൾ അവസാനം അവർ ഡിലേ ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പം ഞാൻ തിരിച്ച് ഗ്യാങ്ങിൽ കയറണം എത്ര നാളായിരുന്നു. ഓക്സ്ഫോർഡെ ഞാൻ പറഞ്ഞില്ലേ ബ്രോ, എനിക്ക് അറിയത്തില്ല അതിൻ്റെ കാര്യം. എനിക്കിപ്പോൾ അറിയത്തില്ല. ഇപ്പം കറൻലി എനിക്കൊരു പോടാ ഗ്യാങ്ങിനെ നശിപ്പിച്ചവനെ ഞാൻ വിഷമമായല്ല ബ്രോ. ഇത് PC കൈ പുതിയ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ട് വന്നതാണ് കേട്ടോ പയ്യ. അശ്വജാജി ബ്രോ എവിടെയാണ്? കുറേ നാളായല്ലോ കണ്ടിട്ടൊക്കെ. വെൽക്കം ടു ദ സ്ട്രീം. സ്പീഡിൻ്റെ കാര്യം അവൻ ജോലി കഴിയുമ്പോഴത്തേക്കൊക്കെ വരുമ്പോൾ ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ RPക്ക് ഇറങ്ങി. അത്രേ ഉള്ളൂ. പിന്നെ രായൽ ഞാൻ ഇറ്റാച്ചി കാണുമായിരിക്കും. പിന്നെ ബാക്കിയൊക്കെ കുറച്ച് കാണും. പക്ഷേ ഭയങ്കര ഫുൾ ആക്റ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ കാണും, അത്രേ ഉള്ളൂ. നമ്മൾ നോർമലി RP ലൈവൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതി കാണും, അത്രേ ഉള്ളൂ. ഫേക്ക് അക്കൗണ്ടായിട്ട് വന്നു ഗ്യാങ്ങിനെ. നീ ഒന്നവിടെ ഗ്യാങ്ങിനെ നശിപ്പിച്ചവനെ മെസ്സേജ് കണ്ടില്ലേ?